മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്ന കുട്ടികളുടെ ശ്രദ്ധ പഠന വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള തൃശൂർ അരിമ്പൂർ സ്വദേശിയുടെ ഡിജിറ്റൽ പാഠ്യ പദ്ധതിക്ക് ആമസോണിന്റെ അംഗീകാരം. AI വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നാലാംകല്ല് സ്വദേശി നിതിനാണ് പാഠ്യപദ്ധതി ഒരുക്കിയത്. മൊബൈൽ ഫോണുകളോടുള്ള കുട്ടികളുടെ അമിത ആകർഷണം എങ്ങനെ പാഠ്യവിഷയങ്ങളിലേക്ക് തിരിക്കാമെന്ന ചിന്തയാണ് നിതിനെ പുതിയ ആശയത്തിലേക്ക് എത്തിച്ചത്. ഇതിനായി ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുകയായിരുന്നു. ആദ്യം അരിമ്പൂർ പഞ്ചായത്തിലെ ഏതാനും വിദ്യാർത്ഥികൾക്ക് നേരിട്ടും പിന്നീട് ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമുള്ള 100ഓളം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായും ക്ലാസുകൾ നൽകി. കുട്ടികളുടെ പഠനരീതി മനസ്സിലാക്കിയതിന് ശേഷം ഏത് ടെക്നോളജി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ച് ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ അത് ഇമേജുകളായിട്ടും അല്ലാതെ ചലിക്കുന്ന ദൃശ്യവിസ്മയങ്ങളായിട്ടും കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു പ്രവർത്തന മികവ് മൂലം അമേരിക്കൻ കമ്പനികളായ NVIDIA, ആമസോൺ തുടങ്ങിയവരുടെ ഒരു പ്രോത്സാഹനം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഒരു ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ ഒരു ഉദ്യമം. ഇതോടെ ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടി ക്ലാസുകൾക്കായി ഉപയോഗിക്കാം. ആദ്യഘട്ടത്തിൽ 8 ലക്ഷം രൂപയുടെ ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങളും ഇതുവഴി ലഭിക്കും. 8 മാസം മുൻപ് ആരംഭിച്ച ഈ ഡിജിറ്റൽ പാഠ്യപദ്ധതിക്കായി പരിശീലനം നേടിയ 200ഓളം ഡിഗ്രി, PG, BEd വിദ്യാർത്ഥികളാണ് നിതിന്റെ കൂടെ ക്ലാസുകൾ എടുക്കുന്നത്. പാർട്ട് ടൈം ജോലിയായി ചെയ്യുന്നതിലൂടെ ഇവർക്ക് പഠനാവശ്യത്തിനുള്ള തുകയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.